വി.ഡി. സതീശിന് വേണ്ടി ഒരു കൂറ്റൻ ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. പട നയിച്ചവൻ നാട് നയിക്കണം എന്ന നിലപാടിൽ രാജകുമാരൻ അഭിവാദ്യമെന്നാണ് ഫ്ലക്സിൽ പറയുന്നത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. പറയൂ രാഹുൽ, ഇത്തരം ചർച്ചകൾ കോൺഗ്രസിൽ അവസാനിച്ചു എന്ന് പറയുമ്പോഴും ഫ്ലക്സ് ബോർഡുകൾ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. ഗുഡ് മോർണിംഗ്. ഈ തൊടുപുഴയിൽ വി.ഡി. സതീശിന് വേണ്ടിയുള്ള ഈ ഫ്ലെക്സ് യുദ്ധം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയതാണ്. 3 ദിവസം മുമ്പ് വി.ഡി. സതീശിനെതിരായിട്ട് ഒരു തരത്തിൽ ഫ്ലെക്സ് തൊടുപുഴയുടെ വിവിധ ഭാഗങ്ങളിൽ കണ്ടതാണ്. അതിന് പിന്നാലെ ഇന്നലെ രാജീവ് ഭവൻ, അതായത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് സമീപത്തായി വി.ഡി. സതീശിനെ അനുകൂലിച്ചുകൊണ്ട് വലിയൊരു ഫ്ലെക്സ് ഒരുപാട് ഫ്ലെക്സുകൾ കണ്ടു. അതിനുശേഷം ഇപ്പോൾ എന്തായാലും പട്ടയം കവലയിലാണ്, തൊടുപുഴ പട്ടയം കവലയിലാണ് പടുകൂട്ടൻ ഒരു ഫ്ലെക്സ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നാട് നയിക്കാൻ വി.ഡി. സതീശൻ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട്. നിലപാടിന്റെ രാജകുമാരൻ അഭിവാദ്യങ്ങൾ, അതുപോലെ തന്നെ പട നയിച്ചവൻ നാട് നയിക്കും എന്ന നിലയിൽ, അതായത് വെറും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ ആയിരിക്കുമെന്ന മട്ടിൽ തന്നെ ആളുകൾ ടീം UDF തൊടുപുഴ എന്ന പേരിൽ ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള ഫ്ലെക്സ് യുദ്ധങ്ങൾ 4-ാം തീയതി വരെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പല വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞ തൊടുപുഴയിൽ പലതരത്തിൽ ഫ്ലെക്സുകൾ ഉയരുന്നത് എന്തായാലും കോൺഗ്രസ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് തൊടുപുഴയിലെ കോൺഗ്രസുകാർ പറയുകയും ചെയ്യുന്നത്. എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ആദ്യം ഈ കാര്യം ശ്രദ്ധയിൽപ്പെടട്ടെ, പരിശോധിക്കട്ടെ എന്നുള്ളതാണ് DCC പ്രസിഡന്റ് അടക്കമുള്ളവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. SK. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.